അല്ലെ? ഞാനന്ന് വേറെ എവിടെ നിൽക്കുമ്പോഴും അപകടം, ഞാൻ അവിടെ നിന്നാണ് ഒരു ഭക്ഷണം കഴിച്ചോണ്ടെങ്കിൽ ഞാൻ ടെലി കൊടുക്കുന്നത്, റിപ്പോർട്ട് ടിവിയിലാ ടോവിനിക്ക് അപകടം പറ്റിയെന്നും പറഞ്ഞ് വാർത്ത കൊടുക്കുന്നേ. അത് പിന്നെ ആ വാർത്ത കുറെ നേരത്തേക്ക് നിന്നത്. അതെ, ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറയുന്നതിന് മുമ്പ് വാർത്ത വന്നു. അത് വീട്ടുകാർ വിചാരിച്ചു ഞാൻ നുണ പറയണതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ഇവര് നുണ പറയണതാണ്. എന്ത് വാർത്തയിലൊക്കെ കണ്ടല്ലോ. അല്ല, അത് എനിക്കിപ്പോഴും ഓർക്കാണ്. ഞാൻ ഈരാറ്റുപേട്ടയിൽ നിൽക്കുമ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. ശാരീരികമായി ഒരുപാട് അധ്വാനിച്ചൊരു സിനിമയാണ്. ഞാൻ നേരിട്ട് കണ്ട ആളാണ്. അവിടുത്തെ എല്ലാ ഒന്നും അതൊക്കെ അങ്ങനെയൊക്കെ അത്രയും ആ പടത്തിന് കാണിച്ച ആത്മാർത്ഥത അതാണ്. വേറെ പണിയൊന്നും അറിയാൻ പാടില്ലല്ലോ. ആകെ നമുക്ക് അറിയാവുന്ന കരുതുന്ന ഒരു ജോലി സിനിമയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത്, ലാലേട്ട ഈ സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് അപ്പനോട് വേറെ പണിയൊന്നും അറിയില്ല മോനെ, പച്ചര ഇന്ന് പോട്ടെ ഭയങ്കരമായിട്ട് ചർച്ച. ഇത് പറഞ്ഞ പോലെ അല്ല, സത്യമാണ്. വേറെ എന്ത് ജോലി സിനിമയ്ക്ക് അറിയില്ലായിരുന്നു, വേറെ എന്ത് ജോലി ആയിരുന്നു എനിക്കൊരു പിടിയില്ല. ഇതുപോലൊരു മേഖല വന്നു കഴിഞ്ഞ് വേറൊരു പണിക്ക് പോകാന്ന് പറയുന്നത് നമ്മളെ കൊള്ളാത്തതുകൊണ്ടാണെന്നേ പറയത്തുള്ളൂ. പെട്ടെന്ന് നമുക്ക് സിനിമ കിട്ടുക എന്ന് പറയുന്നത് എത്ര 10,000-കണക്കിന് ആളുകൾ സിനിമയിലില്ലേ. അതിൽ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അതിലൊരു കഥാപാത്രത്തിന് നമ്മുടെ പേര് ഓർക്കുക എന്ന് പറയുന്നത് ആ ഭാഗ്യം ആദ്യം ഉണ്ടാകേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ എത്രയോ എനിക്ക് ഇതുവരെ സിനിമ വന്ന എല്ലാ കൺട്രോളർമാരും വൈകുന്നേരങ്ങളോ അല്ലെങ്കിൽ ചില വിശേഷം എന്നാ ഉണ്ട് വിശേഷം, ഞാൻ പറയുന്ന കമന്റ് ഇതാണ്, ഞാൻ റേഷൻ കാർഡ് ഒന്ന് തിരിച്ചു വെക്കാൻ വന്നതാണ്. നമ്മൾ റേഷൻ കാർഡ് ചെല്ലുമ്പോൾ ആദ്യം കൊണ്ട് റേഷൻ കാർഡ് വെക്കും, അടുത്ത ആൾ വെച്ചാൽ നമ്മുടെ അടിയിലായി പോകും. നമ്മൾ തിരിച്ചു വെക്കാൻ വേണ്ടി വിളിക്കുന്നതേ പറയും. അപ്പൊ അത് ശരിക്കും അതൊരു വിളി വിളിച്ച് ഒരു 2 ദിവസം ഒരു 5 ദിവസത്തെ പണി നിർത്തിയാലേ എന്റെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാം സിനിമാക്കാരൻ എന്ന രീതിയിൽ അറിയപ്പെടാൻ തുടങ്ങി. അപ്പൊ എല്ലാ ഭാരങ്ങളും അതുപോലെ വന്ന് നേരത്തെ 50 രൂപയ്ക്ക് പിരിവ് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പം അത് പോരാ. അവന് നമ്മളിപ്പോൾ 50 കൊടുത്തതായിരിക്കും ഇപ്പോഴും. അതുകൊണ്ട് പറഞ്ഞു അവൻ പഴയ ഇത് മാറിയിട്ടില്ല, മാറിയ സ്വഭാവം ഇപ്പോഴും നമ്മുടെ ഇല്ലെന്നുള്ള കാര്യം. അപ്പൊ അതാണ് അത് പിടിച്ചു നിൽക്കുക. സിനിമയിൽ എത്തുക എന്ന് പറയുന്നത് ഭയങ്കര പണിയാണ്. നിൽക്കുകയും നമ്മളെ എത്താൻ എളുപ്പമാണ്. ഞാൻ നോക്കിയിട്ട് എത്താൻ എങ്ങനെയെങ്കിലും എത്തി. അല്ല അങ്ങനെയല്ല, ഒരു സീനിലെങ്കിൽ എത്താൻ എളുപ്പമായിരിക്കും. 2-3 സിനിമയിൽ അഭിനയിച്ചതിന്റെ കോൺഫിഡൻസിലാണ് എത്താൻ എളുപ്പമാണെന്ന് നിൽക്കുന്നില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ല, നമുക്ക് എത്താൻ ചിലപ്പോ ഒരു സുഹൃത്ത് പോലെ ശരാശരി ഒരു ചെറുപ്പക്കാരിയെ സംബന്ധിച്ചിടത്തോളം സിനിമയിലേക്ക് എത്തുക എന്ന് പറയണത് എന്റെ അനുഭവത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. ഈ സ്ട്രഗിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എത്തിയാലും എന്നുള്ളതാണ്. എത്തുമ്പോ തീരും പ്രശ്നങ്ങളെല്ലാം എത്താൻ ചിലപ്പോ ഒരു കൂട്ടുകാർ നമ്മുടെ സുഹൃത്ത് പോലെ. സിനിമയുടെ ക്ലൈമാക്സ് പോലെയാണ്, ശുഭം എഴുതി കാണിക്കും, അത് കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കണ്ടേ. ശരിയാണ്. കുറെ സിനിമകളായി അല്ലെ ചെയ്തു വെച്ചാണ് വേഷങ്ങളൊക്കെ ആളുകൾക്ക് അമ്പരിപ്പിക്കുന്നതിലും ചിന്തിപ്പിക്കുന്നതിലും കുറെ വേഷങ്ങൾ ചെയ്തു. എല്ലാ സിനിമകളും നമ്മളിങ്ങനെ വാച്ച് ചെയ്തു പോവാണ്. ഈ സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അത്തരം ഒരു വെറൈറ്റി ഒരു പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനായി അല്ലെ ചെയ്തു വെച്ച കഥാപാത്രത്തിൽ ഒത്തിരി വ്യത്യസ്തമായ ഡയലോഗുകളും സീനുകളും ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എങ്ങനെ എൻജോയ് ചെയ്തു? ഇതൊരു സീരിയസ് കഥാപാത്രമാണ്. നമുക്ക് കോള് വരുന്നു, ഫസ്റ്റ് തന്നെ മെസ്സേജ് ചെയ്ത് ടോയ് ബ്രോ എന്ന് പറയുന്നു, ഡേറ്റ് ചോദിക്കുന്നു, എടുത്തിട്ട് ആവശ്യമില്ലാത്ത. പിന്നെ നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. കുറച്ചു നേരത്തെ പറഞ്ഞാൽ നമുക്കൊരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു റിസ്ക് ഇല്ലാണ്ട് നമുക്ക് സുഖമായിട്ട് അഭിനയിക്കാൻ പറ്റിയൊരു സമയം. ഇപ്പൊ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ അന്വേഷിക്കേണ്ടാന്ന്. നമ്മുടെ ഒരു കൂടെ പോലീസ് എന്ന് പറയുമ്പോ അതും മാത്രം പിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി ഇപ്പോ. അപ്പൊ അത് നമ്മൾ നല്ലോണം ആസ്വദിക്കുന്നു. പിന്നെ നമ്മള് ഡ്രൈവറുടെ കൂടെ നമ്മള് 100% വിശ്വാസത്തോടുകൂടി നമ്മൾ ഇറങ്ങി അവസാനം വരെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. മറ്റേ മുന്നൊക്കെ നമ്മൾ ചെയ്യും 2 സീൻ ചെയ്യുമ്പോൾ എന്നാലും നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും ചെയ്യാറുണ്ട്, ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇത് നമുക്ക് ത്രൂ ഔട്ട് കിട്ടിയൊരു ഭാഗ്യം. അല്ല, അങ്ങനെ ഒരു സിനിമ ഇതായിരിക്കും എനിക്ക് തോന്നുന്നു. അല്ല, അതിന് മുന്നേ ഞാൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ബ്രോയപ്പുള്ളവരുടെ ഉള്ള പടത്തിലൊക്കെ അഭിനയിക്കും. ഒരു നായകനായിട്ട് ഒരു വലിയ ആള് നിൽക്കുമ്പോൾ ഞങ്ങൾ ഈ വടംവലിക്കാരുടെ പുറയിൽ ഒരാൾ നിൽക്കില്ല, വടം ചുറ്റിപ്പിടിക്കാൻ. ആ ആളായിട്ട് നമ്മൾ കാണും. ഞങ്ങൾ വലിച്ചൊലിച്ച് കൊടുക്കും, ഫുൾ ടൈറ്റ് ചെയ്തോളൂ. അപ്പൊ അങ്ങനെ ഒരാൾ ധൈര്യമായിട്ട് പുറയിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചു കൊടുക്കുന്നതിനെ ടൈറ്റ് ചെയ്യാൻ ഒരാളുണ്ടല്ലോ പറയും. ആ ധൈര്യമാണ് നമുക്ക് ഇങ്ങനെയുള്ളവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇവിടെ എനിക്കും അങ്ങനത്തെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ക്രൂ, പ്രൊഡ്യൂസറും റൈറ്ററും എല്ലാരും അങ്ങനെ ഒരാളുടെ തലയിൽ വെച്ചിട്ട് പോകുന്ന പരിപാടി ഈ സിനിമയിൽ അങ്ങനെ ഉള്ളപ്പോഴാണ് ടോയ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് അഭിനയിക്കാൻ പറ്റുള്ളൂ. എത്രയോ സിനിമകൾ ചെയ്തല്ലേ. ഇപ്പൊ നേരത്തെ പറഞ്ഞു എനിക്ക് ഒരു റിസ്ക്കും ഇല്ലായിരുന്നു. റിസ്ക് എടുത്ത് എത്രയോ സിനിമകളുണ്ട്. അതിൽ നിന്ന് ആ വാക്കിൽ നമുക്ക് എടുക്കാം. ഇപ്പൊ പിന്നെ റിസ്ക് ഒന്നും ഇല്ല. എനിക്ക് ഒന്നുമില്ല. ഇഷ്ടമുള്ള സിനിമയൊക്കെ ചെയ്യുന്ന ഹാപ്പി അല്ലേ. എന്താ റിസ്ക്? നല്ല സിനിമയാണെങ്കിൽ ഓടും, നല്ല സിനിമ അല്ലെങ്കിൽ ഓടില്ല. കൃത്യമായിട്ട് വിധി എഴുതുന്നവരാ. അല്ല, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് കഥ എഴുതാതെ പോകാതെ കുറച്ച് ഇഷ്ടപ്പെടും.
ഈ പോസ്റ്റർ കാണുമ്പോഴും ട്രailer കാണുമ്പോഴും ഒക്കെ ഓരോരുത്തർ കഥയും ഉണ്ടാക്കും ഓടിക്കുന്നു അത് നമുക്ക് അതും പക്ഷേ ഇതുകൊണ്ട് അതും ഈ ആസ്വാദനത്തിന്റെ ഭാഗമാണ്. തെറ്റു പറയാൻ പറ്റില്ല. അത് കണ്ടിട്ട് അതുപോലെ ഞാൻ എഴുതിയ പോലെ വന്നില്ലെന്ന് പറയുന്ന കാര്യമുണ്ടോ? അപ്പൊ അതാണ് എന്റെ പ്രശ്നം. അവർ ചെന്ന് കണ്ടതിന് ശേഷം, സിനിമ കണ്ടതിന് ശേഷം അതേക്കുറിച്ച് ഇത് വീട്ടിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ മാറുന്ന കാലഘട്ടത്തിൽ മാറുന്ന ആസ്വാദനമാണ്. പോവുള്ളൂ. അഡ്വാൻസ് ആണ് ഇപ്പൊ എല്ലാം. ഒരു ട്രെയിലർ ഇറങ്ങുമ്പോ അതിന്റെ വിധി നിശ്ചയിക്കാൻ പറ്റുന്ന, പിന്നെ ഇത് മാറുന്ന കാലഘട്ടത്തിന്റെയും മാറുന്ന ആസ്വാദനത്തിന്റെയും അല്ല, എന്നും ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയില്ലല്ലോ, പ്രേക്ഷകർ തീരുമാനിക്കില്ല. അത് സിനിമ തുടങ്ങിയ കാലം മുതൽ അങ്ങനെയല്ലേ. നമുക്ക് ഉറപ്പുള്ള എത്ര സിനിമകളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ സിനിമ മാത്രം ചെയ്താൽ പോലെ എല്ലാവരുടെയും കരിയറിൽ ഒരു ഫെയിലിയർ എങ്കിലും ഇല്ലാത്ത ആർട്ടിസ്റ്റുകൾ ഉണ്ടാവില്ല. കാര്യം ഇതൊരു ട്രയൽ ആൻഡ് എറർ ആണ്. നമ്മള് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്ന് നമ്മൾ കരുതുന്ന സിനിമയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്കൊരു സർവേ എടുക്കാൻ പറ്റുമോ? ഈ സ്ക്രിപ്റ്റ് കൊണ്ടേ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഞങ്ങൾ ഇത് സിനിമ അങ്ങനെ പറയാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അച്ഛനും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചു. അതല്ല, അപ്പൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ പറയും, ഒരു കാട്ടിൽ 2 സിംഹം വേണോ, ഒരു കാട്ടിൽ 2 സിംഹം വേണോ എന്നൊക്കെ അപ്പൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പുള്ളി അങ്ങനെ ഭയങ്കര അഭിനയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പുള്ളി ചെറിയ ഇങ്ങനെ ഒരു ഡാർവിൻ ആണ് നമ്മുടെ ഡയറക്ടറാണ് ആദ്യം പറഞ്ഞത്, ഇങ്ങനെ അപ്പനെ കൊണ്ട് എന്റെ അപ്പനെ കൊണ്ടോ നിങ്ങൾ എന്താ പറയണേ, പുള്ളിക്ക് അങ്ങനെ അഭിനയിച്ച എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള എടുത്താപ്പം അതൊന്നും അല്ല, ഒരു സോങ് കെട്ടലാണ്, എന്റെ അപ്പനായിട്ട് തന്നെയാണ്. അങ്ങനെ പറയുമ്പോ അതിനകത്ത് ഭയങ്കരമായിട്ട് അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ, എന്റെ അപ്പം തന്നെയാണല്ലോ അത്. എന്നാലും ഈ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോ ടെൻഷനും പരിപാടികളൊക്കെ ഉണ്ടാകാമല്ലോ. കാര്യം ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പനത് കാരണം ഞാൻ പറയും, പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങളൊക്കെ. സാധാരണ എല്ലാ കാര്യങ്ങളും അപ്പൻ്റെ ഞാനും ഉപദേശം പേടിക്കണം, ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ അസിക്കാം. കുറച്ചുണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് ഡീസന്റ് ആയിട്ട് സേഫ് ആയിട്ട് പുള്ളി പറഞ്ഞ അപ്പനായിട്ട് തന്നെ അഭിനയിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിലും അപ്പൻ തന്നെയാണ്. ഈ അഭിനയിക്കുന്ന സമയത്ത് അപ്പൻ തന്നെയാണ്, ക്യാരക്ടർ മാത്രം മാറുന്നുള്ളൂ. അതെങ്ങനെയാണ് ഒന്ന് വർക്കൗട്ട് ചെയ്ത്? അപ്പന്റെ പക്ഷെ പെട്ടെന്ന് കാണുന്ന സമയത്ത് രൂപം ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. മീശ വളർത്താൻ പറ്റുന്നുണ്ടായിരുന്നു. മീശ കുറിച്ച് പുള്ളി റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ട് തന്നെയാണ്. പിന്നെ ഈ ഒരു കുറിയും, പിന്നെ അപ്പനെ എപ്പോഴും കൈ ഇവിടം വരെയൊക്കെ മടക്കുന്ന ആളാണ്. പുള്ളി ഇവിടം വരെയൊക്കെ മടക്കി വെച്ച് കാണുമ്പോ എനിക്ക് യൂഷ്വലി കാണുന്ന പോലെയല്ല, ഒരു വ്യത്യാസമുണ്ട്. സാധാരണ ഇപ്പൊ ക്യാരക്ടർ പിടിച്ചേക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. നല്ല രസമുണ്ട്. നിങ്ങൾ സംസാരിക്കുമായിരുന്നോ? സീനുകൾ കഴിയുമ്പോൾ ഇരുന്ന് സംസാരിക്കുമോ? ഞാനത് കൂടുതൽ സംസാരിച്ച അപ്പനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കേണ്ട ഞാൻ. പക്ഷെ അമ്മ സൈഡിൽ ഇരുന്നിട്ട് കുറി ആ കൈയുടെ മുടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അമ്മ വെറുതെ ടെൻഷൻ അടിപ്പിക്കല്ലേ, അപ്പനല്ലെങ്കിൽ ചെറിയ ടെൻഷൻ ഉണ്ടല്ലേ, അമ്മ സൈഡിൽ ഇരുന്ന് അഭിപ്രായം പറഞ്ഞ ടെൻഷൻ അടിപ്പിക്കല്ലേ. അമ്മ ഷൂട്ടിംഗ് കാണാൻ വന്നേക്കാം, അപ്പനെ അഭിനയിക്കണ കാണാൻ വേണ്ടിട്ട് വന്നേക്കാം. അതൊക്കെ നല്ലൊരു മുഹൂർത്തല്ലേ? പിന്നെ ഭയങ്കര മുഹൂർത്തല്ലേ? ആദ്യമായിട്ടല്ല ആ സിനിമ അച്ഛൻ ആദ്യമായിട്ടല്ലേ പുള്ളി. ഞാൻ സിനിമ കയറിയ കാലത്ത് പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയായിരുന്നു വീട്ടില്. പുള്ളി പണ്ടത്തെ നാടകത്തിലൊക്കെ ഇറങ്ങുമായിരുന്നു, നാടകത്തിലൊക്കെ അഭിനയിക്കുമായിരുന്നു. അപ്പൊ പുള്ളിയുടെ പാരമ്പര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വീട്ടിലിറക്കിയായിരുന്നു. ഞാനത് വക വെച്ച് കൊടുത്തില്ല. പക്ഷെ അതൊക്കെ ഒരു ഭാഗ്യമാണല്ലോ. നമ്മുടെ അച്ഛൻ തന്നെ നമ്മുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നു. നല്ലൊരു ഇപ്പൊ ഇതിനകത്ത് അഭിനയിച്ച് പുള്ളിക്ക് നാഷണൽ അവാർഡ് മേടിക്കാനൊന്നും അല്ലല്ലോ. എന്റെ അപ്പൻ തന്നെ എന്റെ അപ്പനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് എളുപ്പമായി. അതിന് ഒരുപാട് അഭിനയിച്ച് മറക്കുക എന്നുള്ളതല്ലായിരുന്നു അവിടെ ഒരു പ്രസൻസ്. വേറെ ആരെങ്കിലും അഭിനയിപ്പിക്കുന്നതിനേക്കാളും നല്ലതല്ലേ അങ്ങനെ ഒരു ക്യാരക്ടറിന് അപ്പം തന്നെ വരുന്നത്, ഒരു കൗതുകം. അത് പക്ഷെ ഇപ്പൊ എന്റെ അടുത്ത് 3-4 ഇന്റർവ്യൂലൊക്കെ ചോദിച്ചു. അപ്പൊ ഇത്രയൊന്നും ചോദിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. 3-4 ഇന്റർവ്യൂല് എന്റെ അടുത്ത് ചോദിച്ചു, അപ്പൻ അഭിനയിക്കുന്നതിനെ പറ്റി ചോദിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരോട് പോയി പറഞ്ഞേക്കാം. അപ്പൊ ഇതിലാണ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മള് ഇന്റർവ്യൂലൊക്കെ ഞാൻ നന്നായി സംസാരിച്ചിട്ടുണ്ട്. ഇനി സംസാരിക്കാം. ഇനി 2-3 ഇന്റർവ്യൂ വരുന്നുണ്ട്, പോയി പറയാം. നന്നായിട്ട് സംസാരിച്ചില്ല അച്ഛനെ കുറിച്ച്. ഇതിന് നന്നായിട്ട് അച്ഛനെ കുറിച്ച് നമുക്ക് നന്നായിട്ടല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ല, അപ്പനോട് ഞാൻ പോയി പറയാന്നേ. അത്യാവശ്യം നന്നായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് ഇന്റർവ്യൂ ബാക്കിയുണ്ട്. കണ്ട പോലെ കണ്ടാൽ ഇതിനേക്കാളും സംസാരിക്കാം. ഈ തൃശ്ശൂര് ഫ്രാങ്ക് വിട്ടിട്ടില്ല? ഇല്ല, വിടാനുള്ള ഒരു പടം വന്നിട്ടില്ല. അതല്ലേ? അല്ല, ടൂയൊക്കെ മാറി ഉണ്ട്, നമുക്ക് മാറാം. മലയാളം തന്നെയല്ലേ തരണ്ടേ? അല്ല, എനിക്ക് കേൾക്കുമ്പോ ഞാനങ്ങനെ മാറിയിട്ടൊന്നുമില്ല. ഞാനിപ്പോഴും ഒരാഴ്ച ഇനി അവിടെ പോയി നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നല്ല ഭാഷ, ഇരിക്കാനുള്ള ഭാഷ ഉണ്ടാവും. നമ്മൾ നോർമലി സംസാരിക്കാം. അപ്പൊ അത് മതി. ഡയറക്ടേഴ്സ് നമ്മളിപ്പോ ഇവിടെ ഇരിക്കാനുണ്ട്, നമ്മൾ സംസാരം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വർത്താനം തന്നെ പറയുള്ളൂ. അത് ഞാൻ കോളേജ് പഠിക്കാൻ പോയ സമയത്ത് ഒരു
10 ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ റൂമിൽ. ഞങ്ങള് 10-12 പേര് ഒരുമിച്ച് താമസിക്കണം. അപ്പൊ 10 ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുള്ള കാരണം കൊണ്ട് അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് നമ്മള് വർത്താനം എന്നുള്ളത് മാറ്റി സംസാരം ചില വേർഡ്സ് നമ്മൾ മാറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ ആ സ്ലാങ്ങും അതൊന്നും മാറിയിട്ടില്ല, മാറ്റമൊന്നുമില്ല. ഞാനൊന്ന് സ്ലാങ് മാറ്റിയായിരുന്നു, കണ്ടായിരുന്നല്ലോ വിവേകാനന്ദൻ വൈറലില് എറണാകുളം പിടിച്ച് എറണാകുളം ഭാഷ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് കുറെ വീഡിയോ വൈറലായി, മറ്റേ എന്താണ് മറ്റേ കരാട്ടയായി, വടിയിറക്കലായി, കുറെ ആയി. അതൊക്കെ എങ്ങനെയാണ് പഠിച്ചെടുത്തത്? ആരാണ് ഗുരു? നമ്മള് ഇവിടെ കൊല്ലത്ത് CBN കളരിയിലെ നമ്മളുടെ ശിവകുമാർ ഗുരുക്കളാണ് എന്നെ കളരി ഒരു ഏകദേശം ഒരു 6 മാസത്തോളം പുള്ളിയുടെ ശിഷ്യന്മാരുമാണ് പഠിപ്പിച്ചിരുന്നത് കളരി. അത് നമ്മൾ അജയന്റെ 2ാം മോഷണം എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിലെ ഫൈറ്റുകളും ഒക്കെ കുറച്ചും കൂടെ ഒന്ന് ഓത്തന്റിക് ആവാൻ വേണ്ടിയിട്ടും ഒക്കെ ചെയ്തതാണ്. പക്ഷെ അത് ചെയ്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ മൊത്തം ശരീരത്തിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റിക്കും മൊത്തം പോസ്റ്ററിലും പിന്നെ റിഫ്ലക്സസും ഒക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയതായിട്ടുള്ള ഞാൻ റിയലൈസ് ചെയ്യേണ്ടത് ഒരു ദിവസം വഴിക്ക് വീണപ്പോഴാണ്. വഴിക്ക് വീണ് കഴിഞ്ഞാൽ സാധാരണ നമ്മള് ഈ ഭാഗവും കറക്റ്റ് ഈ ടെയിൽ ബോണും കുത്തി വീണ് മൊത്തം നട്ടലിന് ഇമ്പാക്ട് ഒക്കെ ഉണ്ടാവേണ്ടതാണ് ശരിക്കും. അങ്ങനത്തെ വീഴ്ചയാണ്. പക്ഷെ അത് കറക്റ്റ് ഞാൻ ഒരു ഇറക്കത്താണ് കറക്റ്റ് ബാലൻസ് ചെയ്ത് 2 കൈയും കാലിലേക്കും ഈക്വലി വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിന്നു. അത് ഞാൻ പ്ലാൻ ചെയ്തതല്ല, അത് അറിയാണ്ട് വീഴുമ്പോഴും റിഫ്ലക്സ് പോലെ അങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ അത് ഈ കളരി പോലുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മസിൽ മെമ്മറി കൊണ്ട് സംഭവിക്കണമായിരിക്കാം. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ഇപ്പൊ സ്ഥിരമായിട്ട് വർക്കൗട്ടിന് പകരം സ്ഥിരമായിട്ട് വെയിറ്റ് ട്രെയിനിങ്ങിന് പകരം വെയിറ്റ് ട്രെയിനിങ്ങും പകുതി മാർഷൽ ആർട്സ് ട്രെയിനിങ്ങും പകുതി, അതും ജനറൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് തീർച്ചയായിട്ടും അത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സിനിമയിലും ഏതെങ്കിലും രീതിയിലൊക്കെ അത് ഉപയോഗിക്കാനായിട്ട് പറ്റുമായിരിക്കും എപ്പോഴെങ്കിലും. ഇപ്പൊ ഐഡന്റിറ്റി എന്നുള്ള സിനിമയിൽ അതിനകത്തും കുറച്ച് ആക്ഷൻ, പിന്നെ ഓരോ സിനിമയിലും ആക്ഷൻ ചെയ്യുന്ന സമയത്ത് വേറെ തരം ആക്ഷൻ ചെയ്യാലോ. ഇപ്പൊ തല്ലുമലയിൽ ചെയ്ത പോലത്തെ ഒരു ഫൈറ്റ് സീക്വൻസുകളായിരിക്കില്ല അജയന്റെ 2ാം മോഷണം, അതുപോലെ ആയിരിക്കില്ല നടികർത്തിലത്തിലുണ്ടാവുക, അതുപോലെ ആയിരിക്കില്ല ഐഡന്റിറ്റിയിൽ ഉണ്ടാവുക. ക്യാരക്ടറിനനുസരിച്ച് നമുക്ക് ഫൈറ്റിംഗ് സ്റ്റൈലിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചാൽ. തീർച്ചയാണ് അങ്ങനെ ഒരു മാറ്റങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ പ്രേക്ഷകരുടെ മുമ്പിലേക്ക്. ഇനി ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ളൂ, നമുക്ക് ഇങ്ങനെ ചെയ്താക്കണം. അങ്ങനെ ഒരു ആഗ്രഹമുള്ള ഒരു ക്യാരക്ടർ എന്തായിരിക്കും? സത്യം പറയാൻ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചു വെച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ചിന്തിക്കാറുമില്ല. ഞാനിപ്പോൾ കുറെ തരം ക്യാരക്ടേഴ്സ് ചെയ്തു, ഇനി ഇതൊന്നും അല്ലാത്ത വേറെ തരം ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഇപ്പൊ ആഗ്രഹം. അങ്ങനെ വരുന്നത് പോലെ വരുന്നതനുസരിച്ചിട്ട് ചൂസ് ചെയ്യാന്നുള്ളതാണ്, അല്ലാണ്ട് ഞാനായിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒന്നും ചിന്തിക്കാറില്ല. ഒരു സിനിമയിൽ നിന്നും അടുത്ത സിനിമയിലേക്കുള്ള യാത്രയാണ് അല്ലേ? അപ്പം ബോഡി വ്യത്യാസം വരുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത്തരം ഒരു മാറ്റങ്ങൾ ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് എന്തൊക്കെയായിരിക്കും എടുക്കുക? അത് നമുക്ക് അങ്ങനെ ഒരു വലിയ ബോഡി ട്രാൻസ്ഫോർമേഷനുള്ള സമയമൊന്നും ചിലപ്പോൾ ഒരു സിനിമയിൽ നിന്ന് മറ്റു സിനിമയിലേക്ക് പോകുമ്പോഴത്തേക്കും കിട്ടിയെന്ന് വരില്ല. പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മളെ ചെറിയ ഇൻഡസ്ട്രിയാണ്. പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരു സംസ്കാരം അനുസരിച്ച് നമുക്ക് സിനിമകൾ ബാക്ക് ടു ബാക്ക് ഷൂട്ടുകൾ നടക്കുന്ന പോലെയാണ് ഇവിടുത്തെ ഒരു കൾച്ചർ ഓൾറെഡി ഉള്ളത്. പിന്നെ നല്ല സിനിമകൾ ആകുമ്പോൾ അത് വിട്ടുകളയാനൊന്നും തോന്നില്ല. അപ്പൊ നമ്മൾ ഇച്ചിരി ബാക്ക് ടു ബാക്ക് ആണെങ്കിൽ ചെയ്യണം എന്ന് തോന്നും. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിന് മുമ്പത്തെ സിനിമയുടെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പതുക്കെ അടുത്ത സിനിമയ്ക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ഗോദ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ശരീരം നന്നാക്കൽ പരിപാടി തുടങ്ങുന്നത് ഗപ്പിയുടെ ഷൂട്ടിന്റെ സമയത്താണ്. അത് ഗപ്പിയുടെ ഷൂട്ടിന് എഫക്റ്റും ചെയ്യണില്ല, ഗോദയ്ക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ചെയ്യും. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ഒരു 6 മാസം ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കഴിഞ്ഞ ഇത് ആരാന്ന് ചോദിക്കും, നമ്മൾ മറന്നു പോകാൻ അത്രയും മതി മലയാളത്തിൽ. അപ്പോ ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ പക്ഷെ കുറച്ചും കൂടെ ഒരു മിന്നൽ മുരളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ ഗ്യാപ്പ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടല്ല, അത് നമ്മൾ ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഓരോ സിനിമയ്ക്ക് മുമ്പ് ഒരു ബ്രേക്ക് എടുക്കണം, ഒന്ന് റിഫ്രഷ്ഡ് ആവണം, ഒന്ന് ക്യാരക്ടറിനെ ഒന്ന് ഡീപ്പായിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ച് നമ്മളെക്കാളും ഇതിനെപ്പറ്റി ധാരണയുള്ള ഇതിന്റെ തിയറി അറിയാവുന്ന ആൾക്കാരായിട്ടൊന്ന് കൺസൾട്ട് ചെയ്ത് അങ്ങനെ ഒരു ക്യാരക്ടറിനെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് അത് നമുക്ക് അഭിനയിക്കുക എന്നുള്ള പോലത്തെ. അപ്പൊ അതിനൊരു കുറച്ച് സമയം ചോദിച്ചു മേടിച്ചു തുടങ്ങി. ഫിസിക്കൽ അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമ്മളുടെ പെർഫോമൻസിന് നമ്മൾ ആ ക്യാരക്ടറിനെ കൂടുതൽ മനസ്സിലാക്കുകയും ഒക്കെ. അപ്പൊ നമ്മൾ ഡയറക്ടറായിട്ടും റൈറ്ററായിട്ടും സിനിമയുടെ ടീമായിട്ടും ഇരിക്കും, അല്ലെങ്കിൽ ആക്ടിങ് ട്രെയിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇരിക്കും. എന്നിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും, എന്തൊക്കെയാണ് ആക്ടിങ് സാധ്യതകൾ ഈ ക്യാരക്ടറിനുള്ളതെന്നൊക്കെ. ചില സിനിമകൾക്ക് കിട്ടാം, എല്ലാ സിനിമകൾക്കും അത് ആവശ്യം വരില്ല. ഇപ്പോൾ അജയന്റെ 2ാം വർഷത്തിലൊക്കെ അത് ആവശ്യമായിരുന്നു.
3 ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് വ്യത്യസ്തമായിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. മിന്നൽ മുരളി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ പറ്റിയിട്ട് കുറച്ചും കൂടെ ബോധവാനായത്. കൂടുതൽ ആൾക്കാർ നമ്മുടെ സിനിമകൾ കാണുന്നു, ഒരുപക്ഷെ കേരളത്തിൽ പുറത്തുള്ള ആൾക്കാർ കുറെ നമ്മളെ സിനിമകൾ കാണുന്നു. അപ്പോൾ നമുക്ക് നമ്മളെ ഇൻഡസ്ട്രിയുടെയും ഒന്നും പേര് കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഓപ്പൺ ആയതും ഒക്കെ. ഇപ്പോൾ എമ്പുരാനിലേക്കുള്ള യാത്രയല്ല അടുത്ത്? അതുണ്ട്, ഉടനെ ഉണ്ട്. എന്റെ ഡേറ്റ്സ് എക്സാക്ട്ലി ഇപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, എന്റെ ഡേറ്റ്സ്. പക്ഷേ ഇനി അമേരിക്കയിലാണ് ലാലേട്ടൻ പോയി ജോയിൻ ചെയ്യാൻ അമേരിക്കയിലാന്ന് പറഞ്ഞു 5-ാം തീയതി. അടുത്ത ഷെഡ്യൂൾ ആയോ? ഇല്ല, എന്റെ അടുത്ത് അങ്ങനെയൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, പറയാം എന്നാ പറഞ്ഞേക്കണേ. എന്തായാലും ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ആർക്കും സംശയമില്ല. ഓർപ്പല്ലേ. പിന്നെ എന്ത് സംശയിക്കണം? ആ തൃശ്ശൂർ സ്ലാങ്ങില് ഫെബ്രുവരി 29 പ്രേക്ഷകരൊന്ന് തിയേറ്ററിലേക്ക് വിളിച്ചേ. നമ്മൾ പറഞ്ഞാൽ തന്നെ അതിന് വേണ്ടിട്ട് സ്ലാങ് പിടിക്കുന്നതായിരുന്നില്ല. ഫെബ്രുവരി 9 ഞങ്ങളുടെയൊക്കെ സിനിമ അന്വേഷിപ്പും കണ്ടെത്തും തിയേറ്ററിലേക്ക് വരുന്നത്. എല്ലാവരും എത്തണം, പ്രത്യേകിച്ച് കുട്ടികള്. കുട്ടികള് ഒറ്റയ്ക്ക് വരില്ലല്ലോ. അല്ല അങ്ങനെയല്ല, ഗഡികളെ കുട്ടികളൊന്നുമില്ല. കുട്ടികൾ ഒരു കുട്ടി പോകുന്ന ടിക്കറ്റാ. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. കാരണം തിയേറ്ററിൽ കണ്ടാലാണ് അതിന്റെ എഫക്ട് കിട്ടുക. കാരണം മ്യൂസിക് ഒക്കെ അതേമാതിരി ഭംഗിയിലെ ചെയ്തിട്ടുള്ളത്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തീർച്ചയായും. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പം നമ്മൾ അന്വേഷിച്ചു പോകണം തിയേറ്ററിലേക്ക്. അപ്പോഴാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ സിനിമയിലുള്ള കാര്യങ്ങൾ. അതാണ് ആ പേര് പോലെ തന്നെ. നമ്മൾ അന്വേഷിച്ച് തിയേറ്ററിലേക്ക് പോയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്തൊക്കെയുണ്ടെന്ന്. അപ്പൊ അന്വേഷിക്കും കണ്ടെത്തുകയും തിയേറ്ററിൽ തന്നെ പോയി കാണാം. മറക്കണ്ട, ഫെബ്രുവരി 9-ാം തീയതി. എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് പോവാം, സിനിമ കാണുക. വീണ്ടും അടുത്ത തിരക്കിലേക്ക് നമുക്ക് മാറാം. സിനിമ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും എന്ത് തിരക്കുണ്ടെങ്കിലും ഈ സിനിമ കാണാൻ. ഭയങ്കര തിരക്കൊക്കെ ആണെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞിട്ട് എന്നാലും ചോദിക്കണേ ശരിയല്ലല്ലോ. സിനിമ കാണണം. അത് പ്രത്യേക തരത്തിൽ അന്വേഷിച്ച് എങ്ങനെയാണ് കണ്ടെത്തുന്നത് കാണാൻ വേണ്ടി പഴയകാല പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തി തരുന്ന ഒരു സിനിമ കൂടിയാണ്. സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ ടോവി. 3 പേർക്ക് ഒത്തിരി നന്ദി. ഓക്കെ അല്ലേ? എന്റെ ഏറ്റവും വലിയ കൗതുകം എന്താ പറയാ, വളരെ മാന്യമായിട്ട് നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ, പണ്ടത്തെ പോലെ പുള്ളി ഭയങ്കര കലക്ക ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ ഇതിന്റെ ഹെഡിങ് എന്തായിരിക്കും എന്നുള്ളത് മാത്രമേ ആ ഹെഡിങ്ങിൽ ഇതിൽ ഇനി എങ്ങനെ ഒരു കൊനസ്റ്റ് കൊണ്ടുവരുന്നുള്ളതിനെ പറ്റി ആലോചിച്ച് മാത്രമേ എനിക്കൊരു ടെൻഷനുള്ളൂ. അല്ല, എനിക്കെന്താ വെച്ചാല് പണ്ടത്തെ പോലെ എല്ലാ ചോദ്യങ്ങളൊക്കെ കറക്റ്റ്, അടിപൊളി ചോദ്യങ്ങൾ, ഉത്തരങ്ങളൊക്കെ അടിപൊളി. ഇനി ഇതിലെവിടെ കൊനിഷ്ടു കൊണ്ടിരുന്നുള്ളത് മാത്രമേ എനിക്ക്. അതോ എന്തെങ്കിലും മാനസാന്തരം പറ്റി വേറെ ആളായോ എനിക്ക് മനസ്സിലാവുന്നില്ല. ആള് തന്നെയല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോ അങ്ങനെയില്ലാന്ന് മാറിയില്ലാന്ന് ടോവി പറഞ്ഞ ഹെഡിങ് വേണ്ടി കൊടുത്തേക്കാം. ഏതാ? അപ്പനെ കുറിച്ച് ഹെഡിങ് കൊടുത്തേക്കാം. എന്താണ്? കാണുന്ന പോലെ കണ്ടാൽ കൊള്ളാം. എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഹെഡിങ് കൊടുക്കുന്നത്. അതായത് നല്ല ഹെഡിങ് ആണല്ലോ, കുഴപ്പമില്ല. വെറുതെ ഞാൻ എന്റെ വീട്ടില് റേഷൻ കാർഡിൽ നിന്ന് പേര് കിട്ടും. ബാക്കി ഞങ്ങളൊക്കെ തമ്മിൽ തല്ലിച്ചോ, എന്നെ അപ്പനെയും തമ്മിൽ തല്ലിക്കല്ലേ. കഷ്ടമുണ്ട്. അല്ല, പിന്നെ ഒരു ആ ക്രിക്കറ്റ് കളി ഭയങ്കരമായിട്ട് നിങ്ങൾ ആസ്വദിച്ച് കളിച്ച ഞാൻ കണ്ടു. അത് ഭയങ്കര വൈറലായിട്ടുണ്ട്. ഓരോ ഡയലോഗുകളും കാര്യങ്ങളും. നമ്മുടെ കൺട്രോൾ നല്ല കളിക്കാരനായിരുന്നു. ഞാൻ കൺട്രോൾ നല്ല കളി ഇവിടെ ക്രിക്കറ്റ് കളിയാട്ടോ ഉദ്ദേശിച്ചത്. അല്ല, കൺട്രോളർ മാത്രമല്ല, ഡയറക്ടർ നന്നായിട്ട് കളിക്കും, പ്രൊഡ്യൂസർ നന്നായിട്ട് കളിക്കും, പിന്നെ എല്ലാരും കളിക്കുന്ന ആൾക്കാരാ. അപ്പൊ എല്ലാം ഓക്കെ ആകട്ടെ, സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. എന്നാലും ഒന്നുമില്ലാത്ത കൊനിസ്റ്റ് ലാസ്റ്റ് കൺട്രോളറിന്റെ കാര്യം പറഞ്ഞ കൊനിസ്റ്റ് അടിച്ചു, മാറിയിട്ടില്ല. ഓക്കെയാണ്. ഓക്കെ, എനിക്ക് ചെറിയ സംശയമുണ്ട് വേറെ ആരെങ്കിലും ഈ വേഷം മാറിയുണ്ടായിട്ടാണോ? ഇല്ല, ഓക്കെയാണോ? മാറിയിട്ടില്ല. പക്ഷെ നല്ല മാന്യമായിട്ടല്ലേ, വൃത്തിക്കല്ലേ കൊടുക്കുള്ളൂ. ഞങ്ങൾ തമ്മിലുള്ള ഇടയില്ല, ബാക്കിയുള്ളവരുടെ അടുത്തുള്ള പോലെയല്ല. എന്നോട് ആക്ച്വലി സ്നേഹമുള്ളവരുണ്ടാ അല്ലേ? നമ്മൾ എന്ത് സ്നേഹമുള്ളവരല്ലേ? ഇതിന്റെ വരട്ടെ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഹെഡിങ് വരട്ടെ. ദുബായിൽ വെച്ചൊന്ന് കിട്ടിയ ട്രോള് മറക്കുന്നില്ല. എങ്ങനെയായിരുന്നു? ഇവിടെ വന്നാലും സമാധാനം തരൂല്ലേ? അത് പോയ പോക്കും. അതുകൊണ്ട് നിങ്ങളുടെ ചാനലിൽ ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അത് കുഴപ്പമില്ല. അതുപോലെ തന്നെ അമ്മയുടെ മീറ്റിംഗിൽ ഒരു സാധനം ശത്രുപക്ഷത്തുള്ളവരെ അല്ല, അപകടകാരികളെ കൂടെ ഇങ്ങനെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതൊക്കെ തമാശ പറഞ്ഞല്ലേ? എല്ലാവരും നമ്മൾ വിളിച്ച് സംസാരിക്കുന്നു 6 മണിക്ക്. എനിക്കൊരു വാർത്ത കൊടുക്കാൻ പറ്റാത്ത സങ്കടം. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മറ്റേ വാർത്തകളൊക്കെ വരുമ്പോ നമ്മളെ വിളിച്ച് ചോദിക്കും കേട്ടോ. അത് നമ്മൾ അങ്ങനെയുള്ളൂ. അപ്പൊ ഒത്തിരി സന്തോഷം.